പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷത്തെ 4 വർഷ ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള തേർഡ് അലോട്ട്മെന്റ് വന്നു. അതിന്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചു. ഇനി അടുത്ത അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണ്. സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള എഡിറ്റിംഗ് ആൻഡ് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് തിരുത്തലുകൾ വരുത്താനുള്ളതും, ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള ഇതുമാണ്. ഒരു വട്ടം അപേക്ഷിച്ച വിദ്യാർത്ഥികൾ വീണ്ടും അപേക്ഷിക്കാൻ പാടില്ല. നാളെ മുതലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ഡിഗ്രിയുടെ എഡിറ്റിംഗ് ആൻഡ് ലേറ്റ് രജിസ്ട്രേഷൻ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും വളരെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് നോക്കാവുന്നതാണ്. നാളെ ജൂലൈ 18 മുതൽ ജൂലൈ 22 വൈകുന്നേരം 4 മണി വരെയാണ് എഡിറ്റിങ്ങിനുള്ള സൗകര്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലേറ്റ് രജിസ്ട്രേഷനും. ഓക്കെ, ആദ്യം ലേറ്റ് രജിസ്ട്രേഷൻ. ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ് ലേറ്റ് രജിസ്ട്രേഷൻ. ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് സൗകര്യമാണുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കാണ് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷിക്കാൻ കഴിയും. 20 ഓപ്ഷൻ വരെ കൊടുക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് അപേക്ഷിച്ചതുപോലെ തന്നെ ഇവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അവരെ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കും. ഓക്കെ, എഡിറ്റിംഗ് എന്ന് പറയുന്നത് നിലവിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് തിരുത്തൽ വരുത്താനുള്ള സമയമാണ്. വേണ്ട എല്ലാ തിരുത്തലുകളും വരുത്താവുന്നതാണ്. ആർക്കെല്ലാം എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്? ഒന്ന്, ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ, ഇവരെ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്തവർ, ഇവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവർ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും. മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റിൽ നിന്ന് പുറത്തായവരുണ്ടാവും. ഇവർക്ക് എഡിറ്റിംഗ് ചെയ്താൽ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇവര് നിർബന്ധമായിട്ട് എഡിറ്റിംഗ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തവർ, ഇവരും എഡിറ്റിംഗ് ചെയ്താൽ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തവർ. ഓക്കെ, ആദ്യം 1, 2, 3 അലോട്ട്മെന്റും ബാധകമാണിത്. ഇനി അലോട്ട്മെന്റ് ലഭിച്ച് അതിനുശേഷം TC വാങ്ങി ചിലപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ, മാനേജ്മെന്റ് കോട്ടയിലോ, സ്പോർട്സ് കോട്ടയിലോ, PWD കോട്ടയിലോ, അങ്ങനെ ഏതെങ്കിലും കോട്ടയിൽ അവർ അഡ്മിഷൻ എടുത്തെന്ന് കരുതാം. അവർക്ക് എഡിറ്റിംഗ് ചെയ്താൽ മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ, മാനേജ്മെന്റ് കോട്ടയിൽ, സ്പോർട്സ് കോട്ടയിൽ, PWD കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുത്തവർ, ഇവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ഈ കോട്ടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? എഡിറ്റിംഗ് ചെയ്യണം. അല്ലാതെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല, ഒരു വിദ്യാർത്ഥി മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ആ വിദ്യാർത്ഥിക്ക് എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഈ വിദ്യാർത്ഥിയെ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്ന എല്ലാ വിദ്യാർത്ഥികളെയും എന്ത് ചെയ്യും? സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കും. അതുപോലെ തന്നെ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ. അപ്പോൾ ഈ നിർബന്ധമായിട്ട് എഡിറ്റിംഗ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ, ഈ മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെന്റ് പുറത്തായവര്, അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുക്കാത്തവര്, അലോട്ട്മെന്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്തതിന് ശേഷം TC വാങ്ങിയവർ, അലോട്ട്മെന്റ് ലഭിച്ചിട്ട് കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട ഇതൊന്നുമല്ല, നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആദ്യം 1, 2, 3 അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ട് TC വാങ്ങിയവരാണെങ്കിൽ ഇവർ നിർബന്ധമായിട്ടും എഡിറ്റിംഗ് ചെയ്യണം. അതുപോലെ ഓക്കെ, ഏതെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ എടുത്തവരാണ് TC വാങ്ങിയവർ എന്ത് ചെയ്യണം? എഡിറ്റിംഗ് ചെയ്യണം. ഓക്കെ, ഇനി അലോട്ട്മെന്റ് ലഭിക്കാതെയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട, സ്പോർട്സ് കോട്ട, PWD കോട്ടയിൽ അഡ്മിഷൻ എടുത്തതെങ്കിൽ ഇവർ എഡിറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് നിങ്ങൾ ഈ കോട്ടയിൽ അഡ്മിഷൻ എടുത്താണെങ്കിൽ നിർബന്ധമായിട്ട് എഡിറ്റിംഗ് ചെയ്യണം. നാളെ മുതലാണ് എഡിറ്റിംഗ് ഉള്ളത്. എഡിറ്റിംഗ് നാളെ രാവിലെ തന്നെ വരില്ല, ഒരു 10, 11, 12 അതിന്റെ നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി ഇറക്കുന്നതാണ്. ആദ്യം തന്നെ തിരക്ക് കൂട്ടി എഡിറ്റിംഗ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സാവധാനത്തിൽ ചെയ്യുക. എന്തൊക്കെയാണോ എഡിറ്റിംഗ് ചെയ്യാനുള്ളത് അത് ആദ്യം തീരുമാനിക്കുക. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ്. ഇനി എന്തെല്ലാം നമുക്ക് എഡിറ്റിംഗ് ചെയ്യാമെന്നുള്ളത് വിദ്യാർത്ഥികൾക്കുള്ള സംശയമായിരിക്കും. അതിൽ കൂടുതൽ സംശയത്തിനൊന്നും ആവശ്യമില്ല. പക്ഷെ ആർക്കെല്ലാം എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ആദ്യം നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, അഡ്മിഷൻ എടുത്തു. ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ എടുത്തു. ഓക്കെ, ഇപ്പൊ അവിടെ പെർമനന്റ് ആയിട്ട് കോളേജിൽ പോയി അഡ്മിഷൻ എടുത്ത് കോളേജിൽ പോയി ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ വിദ്യാർത്ഥികളാണ്. അവർക്ക് എഡിറ്റിംഗ് സാധ്യമല്ല. നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തരായിട്ട് ആ ഓപ്ഷനൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് അഡ്മിഷൻ എടുത്തവർ, ഇവരല്ലാത്ത 2 കൂട്ടരല്ലാത്ത എല്ലാവർക്കും എഡിറ്റിംഗ് പോസിബിൾ ആണ്. ഓക്കെ, എന്തെല്ലാം എഡിറ്റിംഗ് ചെയ്യാം? നിങ്ങളുടെ മൊബൈൽ നമ്പർ,
നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും പുതുതായിട്ട് ഓപ്ഷൻ കൊടുക്കാം, എല്ലാ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ ഓപ്ഷൻ വീണ്ടും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് പുതിയൊരു കോളേജ് കിട്ടുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതൊക്കെ ഒഴിവായിട്ടുണ്ട്, അതൊക്കെ കൊടുക്കാം. നിങ്ങൾക്ക് പുതുതായിട്ട് 20 ഓപ്ഷൻ, അത് കിട്ടിയതോ കിട്ടാത്തതോ അങ്ങനെ ഒന്നും നോക്കണ്ട, അങ്ങനെ 20 ഓപ്ഷൻ വരെ കൊടുക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും, ഞാനിപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ആ ഓപ്ഷൻ ഇനി കൊടുക്കണോ? അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവിടെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ അവിടെ അഡ്മിഷൻ എടുത്തു, നിങ്ങൾ അവിടുത്തെ പെർമനന്റ് സ്റ്റുഡന്റ് ആണ്. നിങ്ങൾക്ക് സപ്ലിമെന്ററിയിൽ പുതിയൊരു കോളേജ് കിട്ടിയാൽ അവിടുന്ന് മാറാം. അങ്ങനെ നിങ്ങൾക്ക് 20 ഓപ്ഷൻ വരെ കൊടുക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം പരമാവധി വിദ്യാർത്ഥികൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്. വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാം. PGയുടെ എഡിറ്റിംഗ് ചെയ്ത സമയത്ത് ഒരു വട്ടം മാത്രമേ എഡിറ്റിംഗ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നാലേ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് പറയും, ഒരു വട്ടം എഡിറ്റിംഗ് ചെയ്യാൻ. ഈ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എല്ലാവരും കാത്തിരിക്കുക. നാളെ തുടങ്ങിയതിന് ശേഷം 22-ാം തീയതി വരെയുണ്ട്. ഏറ്റവും നല്ല മൊബൈലിൽ നിങ്ങൾക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് അക്ഷയയിൽ പോയിട്ട് ചെയ്യാം. പോയി ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് എടുത്ത് സൂക്ഷിച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ, അത് കംപ്ലീറ്റ് ആവും. പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിച്ചാലും മതി, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ചാലും മതി. ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.